ഈ ഒരു മിനാരട്ട് എന്ന് പറയുന്നത് സാരംഗ്പൂർ ദർവാസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്നതാണ് സാരംഗ്പൂർ ദർവാസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള വീഡിയോ എടുക്കുന്നില്ല. അപ്പം ഇത് ഒരു പള്ളിയാണെന്ന് കൂടെ പറഞ്ഞപ്പോൾ ഒരുപാട് നിസ്കരിക്കാനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിനാരട്ടാണ് ആദ്യത്തെ സാരംഗ്പൂർ ദർവാസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മിനാരട്ട്. മറ്റൊരു മിനാരട്ട് എന്ന് പറയുന്നത് ആ ഒരു സൈഡിലായിട്ടാണ്. അവിടുത്തെ ആ ഒരു മിനാരട്ട് നമ്മൾ കാണാൻ പോകുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ട്രാവലർ സെർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അഹമ്മദാബാദിലെ ഷെയ്ക്കിംഗ് മിനാററ്റിൻ്റെ മുമ്പിലാണ്, അതായത് ഇളകിക്കൊണ്ടിരിക്കുന്ന 2 മിനാററ്റുകളുടെ മുമ്പിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഫുൾ വീഡിയോ ആണിത്, മുഴുവനായിട്ട് കാണാൻ മറക്കണ്ട. 2 മിനാററ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഒന്ന് സാരംഗ്പൂർ ദർവാസേൻ്റെ മുമ്പിലും മറ്റൊരു മിനാററ്റ് കാലൂപൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഏകദേശം 200 മീറ്ററോളം വ്യത്യാസമുണ്ട്. പക്ഷേ ഈ 2 മിനാററ്റിൽ ഏതെങ്കിലും ഒന്ന് ഇളകി കഴിഞ്ഞാൽ മറ്റേതൊന്ന് വൈബ്രേറ്റ് ആവും. ഇതിൽ അടിയിൽ മറ്റ് കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇത് രണ്ടിൻ്റെയും ഒരു കാരണം എന്താണെന്ന് ഇന്നും ഇനി ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇതിനെക്കുറിച്ച് കണ്ടുപിടിക്കാനോ മറ്റോ ഒന്നും പറ്റിയിട്ടില്ല. ഈ മനോഹരമായി കാണുന്ന ഈ ഒരു മിനാരറ്റാണ് ഒന്ന്. അപ്പോൾ ഇത് ആക്ച്വലി ഈ 2 മിനാരറ്റും ഒരുമിച്ചാണുള്ളത്. ഇതെന്ന് പറയുന്നത് സാരംഗ്പൂർ ദർവാസേൻ്റെ മുമ്പിലാണുള്ളത്. ഇനി മറ്റൊരു മിനാരറ്റ് ആ ഒരു സൈഡിലാണ് കാലൂപൂർ റെയിൽവേ സ്റ്റേഷനുള്ളത്. ഇത് ഇളകി കഴിഞ്ഞാൽ മറ്റേ മിനാരറ്റ് ആ ഒരു സൈഡിലുള്ള മിനാരറ്റ് വൈബ്രേറ്റ് ആവും എന്നതാണ് ഈ ഒരു മിനാരറ്റുകളുടെ പ്രത്യേകത. സുൽത്താൻ അഹമ്മദ് ഷായുടെ അടിമയായ സിദ്ദി ബഷീറാണ് ഈ ഒരു മിനാരറ്റ് പണിതിരിക്കുന്നത്. ഇത് പണിതിരിക്കുന്ന 1452 AD-ലാണ്. അപ്പോൾ ആ ഒരു കാലപ്പഴക്കമുള്ള വളരെ മനോഹരമായ മിനാരറ്റ്സാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഷെയ്ക്കിംഗ് മിനാരറ്റ്സൊക്കെ കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് ജസ്റ്റ് ഇതിനുള്ളിൽ നിന്ന് എന്തെങ്കിലും ഇളകി കളിക്കുന്നതാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് 2 ഉണ്ട്. ഇതല്ല കേട്ടോ, ഇത് രണ്ടും ഒറ്റ ബിൽഡിംഗ് ആണ്. ഇതല്ലാതെ ഇതേപോലെ വളരെ സെപ്പറേറ്റ് ആയിട്ടുള്ള മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇതുവരെ ആൾക്ക് കണ്ടുപിടിക്കാതെ. ബ്രിട്ടീഷുകാർ പോലും ഒരുപാട് ട്രൈ ചെയ്തു. അവരുടെ എഞ്ചിനീയേഴ്സ് പോലും ഇതിനെ പറ്റി മനസ്സിലാക്കിയ സമയത്ത് ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങളെല്ലാം നടത്തി. ഇന്നും ഗവേഷണങ്ങൾ നടക്കുന്നു. പക്ഷേ ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ നേരത്തെ ആ ഒരു സൈഡിലാണ് നിന്നത്. നമ്മൾ വന്ന സമയം എന്ന് വെച്ചാൽ ഏകദേശം 6:30 അപ്പോൾ 6:30 ആകുമ്പോൾ സൺലൈറ്റ് അതായത് സൺസെറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ഇതൊരു പള്ളി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ പേര് നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഇതിനുള്ളിലേക്കുള്ള നമ്മൾ വീഡിയോ എടുക്കുന്നില്ല, കാരണം അത് ശരിയല്ലാത്തതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് റോഡാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കാലൂപൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള മിനാരറ്റ്. അപ്പം ഈ ഒരു മിനാരറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഒരു മഹാത്ഭുതമാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വൈബ്രേറ്റ് ആവുന്നത് എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സാരംഗ്പൂർ ദർവാസിൻ്റെ ഓപ്പോസിറ്റുള്ള മിനാരറ്റ് ഇതാണെങ്കിൽ നമുക്ക് മറ്റേ മിനാരറ്റ് കാണാം അങ്ങ് ദൂരെയായിട്ട്. ഈ ഒരു മിനാരറ്റ് ആണോ അത്രയും ദൂരെയായി കിടക്കുന്ന ഈ ഒരു മിനാരറ്റാണ് മറ്റൊരു മിനാരറ്റ്. ഈ ഒരു മിനാരറ്റ് ആണോ ഞാൻ 10x സൂമിലിട്ടാണ് ഈ ഒരു മിനാരറ്റ് കാണുന്നത്. അത്രയും ദൂരെയാണ്, ഏകദേശം ഒരു 300 മീറ്ററോളം ദൂരെയായിട്ടാണ് ഈ ഒരു മിനാരറ്റുള്ളത്. ഈ ഒരു മിനാരറ്റും അതേപോലെ തന്നെ ഈ ഒരു മിനാരറ്റും തമ്മിലുള്ള ബന്ധമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും അതിശയിപ്പിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.